കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CSI ആനാക്കോട് സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഈ നാളുകളിൽ നൽകുകയും ഞാനേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജോൺ ജോസഫ് മാർച്ച, സഭാ സെക്രട്ടറി, മിഷണറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, പ്രത്യേകിച്ച് ജസ്റ്റിൻ സാർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പേർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പെസഹ ആശംസകൾ നേർന്നുകൊള്ളുന്നു. എന്നോട് സ്നേഹമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛനോടും സഭാ സെക്രട്ടറിയോടും കമ്മിറ്റി അംഗങ്ങളോടും സഭയിലുള്ള എല്ലാ വ്യക്തികളോടും ഉള്ള നന്ദിയും കടപ്പാടും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ഈ നാളുകളിൽ എട്ടൂർ നഗരം മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാറുവാൻ ദൈവം സഹായിച്ചിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയിട്ടുന്നു. പ്രത്യേകിച്ചും ജസ്റ്റിൻ സാർ ഈ നാളുകളിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം നല്ല പ്രാർത്ഥനയും പിന്തുണയും സഭാജനങ്ങളോടൊപ്പം നൽകുന്നതിലുള്ള നന്ദി അറിയിക്കട്ടെ. എല്ലാവരെയും ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എട്ടൂർ നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഒരു 1600 കിലോമീറ്റർ അകലെയുള്ള ഒരു മിഷൻ സെൻ്ററാണ്. തെലുങ്കാനയിൽ ആണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് 44 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. വാറങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 110 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും എട്ടൂർ നഗരത്തോടൊപ്പം അതിൻ്റെ സമീപത്തായിട്ട് ഭദ്രാചലം, കണ്ണായികുടം, രാജ്പേട്ട്, താഡ്വൈ, കമലാപുരം എന്നീ മിഷൻ സെൻ്ററുകളുണ്ട്. അവിടെ ഓരോരോ മിഷൻ ഇൻചാർജുകളുമുണ്ട്. 25-ലധികം വരുന്ന ചെറിയ ചെറിയ സഭകൾ ഈ എട്ടൂർ നഗരത്തിൽ ഈ 5 സെൻ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ലോക്കൽ മിഷണറിമാർ കുടുംബമായിട്ട് മലയാളി മിഷണറിമാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും ഇത് ഒരു ട്രൈബൽ മേഖലയാണ്. സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ നമ്മൾ പ്രോത്സാഹനം നൽകുന്നത് അവിടെ ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇതുവരെയും കർത്താവിൻ്റെ കൃപയാണ് ആ സ്കൂൾ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 400-ലധികം വരുന്ന വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ പേരിലാണ് മിഷണറി പ്രവർത്തനം അറിയപ്പെടുന്നത്. മിഷൻ പ്രവർത്തനത്തിന് വളരെയധികം തടസ്സങ്ങളൊന്നും നേരിടാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്കൂളിൻ്റെ പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പലരും നിലനിൽക്കുന്നു. പല ആളുകളും ഉന്നതമായിട്ടുള്ള ഗവൺമെൻറ് ജോലികളിലായിരിക്കുന്നു. വിദേശ രാജ്യങ്ങളായ UK, കാനഡ, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം കോളേജ് സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസിനൊക്കെ അവർക്ക് പോകാനായിട്ട് കഴിയുന്നു. അതിന് നേതൃത്വം നൽകുവാൻ, ഒരു ചാലകമായിട്ട് പ്രവർത്തിക്കുവാൻ മിഷൻ പ്രവർത്തനത്തിന് കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജൂനിയർ കോളേജ് അഥവാ നമ്മുടെ പഴയ പ്രീ-ഡിഗ്രി +2 അത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് നമുക്കൊരു ഹോസ്റ്റൽ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ആവശ്യമുണ്ട്. നിങ്ങളുടെ ശക്തമായിട്ടുള്ള പിന്തുണയും ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ആ ഏരിയ എന്ന് പറയുന്നത് 170 ആക്ട് എന്ന് പറയുന്ന 170 ആക്ട്
എന്ന് പറയുന്ന ആക്ട് അവിടെ നിലവിലുണ്ട്. അതായത് ട്രൈബൽ മേഖലയിൽ 2 നില കൂടുതൽ ബിൽഡിംഗ് വെക്കാനായിട്ട് കഴിയില്ല. ഏത് ബിൽഡിംഗ് വെച്ചാലും 2 നില മാത്രമേ ചെയ്യാനായിട്ട് കഴിയൂ. കാരണം അതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ നഗരം വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് ട്രൈബൽ മേഖലയിലുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും വളരെയധികം പരിമിതികളുണ്ട്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ ചുറ്റുപാട് ഇന്നത്തെ പശ്ചാത്തലം വളരെയധികം വ്യത്യസ്തമാണ്. പണ്ട് മിഷൻ പ്രവർത്തനത്തെ കൂടുതലായിട്ട് ലോക്കൽ ആളുകൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് കൂടുതൽ പേരെ ക്രിസ്തുവിൻ്റെ മക്കളായി മാറ്റുവാനുള്ള നേതൃത്വം നൽകുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും പിന്തുണയും ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. വചന ധ്യാനത്തിന് നമ്മെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരരക്തങ്ങളെ പങ്കുവച്ച ഞങ്ങളുടെ സ്നേഹിതനായ, ഞങ്ങളുടെ രക്ഷകനായ, വീണ്ടെടുപ്പുകാരനായ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ സാക്ഷികളായി നിൽക്കുവാൻ, അങ്ങയുടെ മക്കളായി കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. വിശേഷാൽ അല്പസമയം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ആത്മീക ചിന്തകൾ നൽകി ഞങ്ങളെ വഴി നടത്തുന്നു. യേശുവിലൂടെ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് പെസഹ ആശംസകൾ നേർന്നുകൊള്ളട്ടെ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം പെസഹ ആഘോഷമാണ്. ക്രിസ്മസിനോടൊപ്പം ഈസ്റ്ററിനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള ഒരു ആചരണം കൂടിയാണ് പെസഹ. ഈ ദിവസത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരരക്തങ്ങളെ തൻ്റെ മക്കൾക്ക് പകർന്ന് നൽകിയതിനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം ഉൾക്കൊള്ളുന്ന പെസഹയ്ക്ക് പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പങ്കുവച്ചതിനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമ പുസ്തകം, പ്രത്യേകിച്ചും പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നോക്കുമ്പോൾ ഇസ്രായേൽ ജനം സംഹാര ദൂതനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ കട്ടിലയുടെ നെടുമ്പടിമേലും കുറുമ്പടിമേലും തളിക്കുകയും ഇസ്രായേൽ ജനത്തിനുള്ള ആദ്യജാതനെ ഒഴിവാക്കി മിസ്രൈമിലുള്ള എല്ലാ ആദ്യജാതനെയും സംഹാരദൂതൻ സംഹരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഇതിനുണ്ട്. യഹോവ ദൈവം മോശയിലൂടെ അഹരോനിലൂടെ എല്ലാം അരുളി ചെയ്ത് നിന്റെ ജനമായ ഇസ്രായേലിനെ വിമോചിപ്പിക്കുക എന്നുള്ളതാണ്. ആ വിമോചന ദർശനം ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര സംഭവം കൂടെയാണ് പെസഹ. മാനവ സ്നേഹമാണ് പെസഹയിലൂടെ സംവേദനം ചെയ്യുന്നത്. ഈ പെസഹ ആചരണത്തിൽ സ്ത്രീകളുടെ ശുശ്രൂഷയിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിലേക്കുള്ള പങ്കാളിത്തം ലഭിച്ചിരിക്കുന്ന മക്കൾ നമ്മുടെ സഭയുടെ അഭിമാനം കൂടെയാണ്. ഇന്ന് നമ്മൾ ആചരിക്കുന്ന തിരുവത്താഴ് ശുശ്രൂഷ അഥവാ വിശുദ്ധ യൂക്കറിസ്റ്റ് ഒരു നന്ദി അർപ്പണം കൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ചരിത്രം മാത്രമല്ല, അവരുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും പെസഹ ആചരണം തന്നെയാണ്. അതിനെയാണ് കർത്താവായ യേശുക്രിസ്തു അതിൻ്റെ ന്യൂ വെർഷൻ, ഒരു പുതിയ നൂതനമായിട്ടുള്ള ഒരു വെർഷൻ
നൽകുകയും പഴയ നിയമത്തിൽ അർപ്പപ്പെട്ടത് പെസഹ കുഞ്ഞാടാണ് എങ്കിൽ പുതിയ നിയമത്തിൽ നമുക്കായി യാഗമായത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പറഞ്ഞ താൻ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ആചരണം കൂടെയാണ് കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നു. ലോർഡ്സ് സപ്പർ അഥവാ യുക്കറിസ്റ്റ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു പറയുകയും നമ്മൾ എപ്പോഴെല്ലാം കൂടി വരുന്നുവോ അപ്പോഴെല്ലാം നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യം കൂടെയാണ്. കർത്താവിൻ്റെ അത്താഴത്തിൽ നമ്മൾ പങ്കുചേരുന്നതിലൂടെ അല്ലെങ്കിൽ അതിന് മുന്നോടിയായ സ്ഥിരീകരണ ശുശ്രൂഷയിലൂടെയാണ് ഒരു വ്യക്തി പൂർണ്ണമായ സഭയുടെ അംഗമായിട്ട് മാറുന്നത്. പ്രാഥമികമായ അംഗത്വം ബാപ്റ്റിസം അഥവാ സ്നാപന ശുശ്രൂഷയിലൂടെ ലഭിക്കുന്നുവെങ്കിലും പൂർണ്ണമായിട്ടുള്ള അംഗത്വം ലഭിക്കുന്നത് ഈ സ്ഥിരീകരണ ശുശ്രൂഷയിലൂടെയാണ്. അപ്പോൾ സ്ഥിരീകരണ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് മാത്രമാണ്. അതിലൂടെ പങ്കെടുക്കുമ്പോൾ, അതിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിലുള്ള പങ്കാളിത്തമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴെല്ലാം കടന്നു വരുന്നുവോ അപ്പോഴെല്ലാം ദൈവം അവരെ നടത്തിയ വിധങ്ങളെ ഓർക്കാറുണ്ട്. അത് പഴയ നിയമ ഇസ്രായേൽ. പുതിയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെല്ലാം അവർ തിരുസഭയായിട്ട് കൂടി വരുന്നുവോ അപ്പോഴെല്ലാം അവർ തിരുമേശ ആചരിക്കാറുണ്ട്. വിവിധ സഭകളിൽ വിവിധ പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ അറിയപ്പെടുന്നത്, നമ്മൾ വിശുദ്ധ സംസർഗം എന്ന പേരിലാണ് നമ്മളിതിനെ ഓർക്കുന്നത്. അപ്പോൾ ഇതിലൂടെ എന്ത് തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള അർത്ഥമാണ് സംവേദനം ചെയ്യപ്പെടുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 3 കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ തിരുവത്താഴ ശുശ്രൂഷ എന്തിനാണ് സ്ഥാപിച്ചത്? അതിന് എന്തിനാണ് നാം അത് ആഘോഷിക്കുന്നത്? എങ്ങനെയാണ് നാം അത് ആചരിക്കേണ്ടത്? ഈ 3 കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, എന്തിനു വേണ്ടി സ്ഥാപിച്ചു? അതിനൊരു ഉത്തരമാണ് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. 4 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ അത്താഴത്തിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം കാണാനായിട്ട് കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 14-12 മുതൽ 26 വരെയും, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലും, യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 17-ാം അധ്യായം 26 വരെയുള്ള വാക്യങ്ങളിലും, കൂടാതെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-26 വാക്യങ്ങളിലൊക്കെ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് പങ്കുവച്ചതാണ് പെസഹ. മത്തായി സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷത്തിലും നൽകുന്ന വിവരണം അനുസരിച്ച് നിസാൻ മാസം 14-ാം തീയതി വൈകുന്നേരം യേശുക്രിസ്തു തൻ്റെ 2 ശിഷ്യന്മാരെ അയച്ചിട്ട് പെസഹ ഒരുക്കുവാൻ കൽപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം നോക്കുമ്പോൾ എത്ര പേരാണ് എന്ന് പറയുന്നില്ല. മർക്കോസ് സുവിശേഷത്തിൽ 2 ശിഷ്യന്മാരെയാണ് അയച്ചത് എന്ന് പറയുന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ പത്രോസ്, യോഹന്നാൻ എന്നീ ശിഷ്യന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ അയച്ചത് യെരുശലേമിലേക്ക് അഥവാ ബെഥാന്യ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അയച്ചത്. ചില സ്ഥലം ഏതാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു നഗരത്തിലേക്ക് ശിഷ്യന്മാരായ പത്രോസിനെയും യോഹന്നാനെയും അയക്കുന്നു. അവരോട് പറയുകയാണ്, പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടുമെന്നും അവർ കടക്കുന്ന വീട്ടിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ വീട്ടുടയവനോട് തൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ഒരുക്കേണ്ടതിന് ശാല എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരുക്കി വിരിച്ച ഒരു മാളിക മുറി കാണിച്ചു തരും എന്ന് പറയുകയാണ്. അതായത് ഇവിടെ വീട്ടുടമസ്ഥന് മുന്നമേ അറിവുണ്ടായിരുന്നു. അതായത് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും പെസഹ
ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം മുൻ ദർശനത്തിലൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞ പ്രകാരം ശിഷ്യന്മാർ അവിടെ എത്തുകയും ഈ മാളിക മുറിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കർത്താവും മറ്റ് ശിഷ്യന്മാരും ഒരുമിച്ച് വന്നപ്പോൾ അവർ തമ്മിൽ ഉള്ള പ്രാഥമികമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും അവസാനം കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും എന്ന് അവിടെ പറയുക. അപ്പോൾ എല്ലാ ശിഷ്യന്മാരും വിചാരിച്ചു അത് ഞാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവസാനം കർത്താവ് സ്പെസിഫിക് ആയിട്ട് യൂദാസിനോട് പറയുകയാണ്, നീ തന്നെ ആണ് എന്ന് പറയുക. അപ്പൊ ഇവിടെ നമ്മുടെ കൂടെ അത്താഴത്തിൽ പങ്കെടുക്കുന്നവർ നാളെ നമ്മുടെ ശത്രുക്കളായി മാറുന്ന പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് പെസഹ ആചരണം, കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ ആചരണം ഒരു ഫെലോഷിപ്പ് മാത്രമല്ല, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നോക്കുമ്പോൾ ഒരു ബിട്രേയൽ, ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ബിട്രേയൽ, ഒരു വഞ്ചന, ഒറ്റുകൊടുക്കൽ ഉണ്ട്. ആ ഒറ്റുകൊടുക്കലിൻ്റെ പശ്ചാത്തലത്തെ കൂടെ നമ്മൾ നീറുന്ന വേദനയോടുകൂടെ ഓർക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ തിരുമേശകൾ എപ്രകാരമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കൂടെ നിൽക്കുന്ന എത്രയോ പേർ നമ്മളെ ഒറ്റുകൊടുത്തിട്ടുണ്ട്, നമ്മളെ വഞ്ചിച്ചിട്ടുണ്ട്, നമ്മളെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിൽ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വഞ്ചന എന്ന് പറയുന്നതിന് നമ്മൾ ഓർമ്മ ഉണ്ടായിരിക്കണം. ബി കോഷ്യസ് അബൌട്ട് ദ അപ്കമിങ് ബിട്രയൽസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒറ്റപ്പെടുത്തലുകളെ അല്ലെങ്കിൽ ഒറ്റുകൊടുക്കൽ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മയുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധാലുക്കളായിരിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുമേശ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശു നൽകിയ മഹത്തായ ത്യാഗത്തെ ഓർക്കുന്നതാണ്. ഇതിൽ ഒരു മുറുക്കപ്പെടലിന്റെ അനുഭവം കൂടെ ഉണ്ട്. There is no Lord's Supper without a breaking. ഒരു മുറുക്കപ്പെടലിന്റെ അനുഭവമില്ലാത്ത ഒരു കർത്താവിന്റെ അത്താഴമില്ല. കർത്താവ് എന്താണ് ചെയ്തത്? അവൻ അപ്പമെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം. ആ ദ്രാക്ഷാരസം എടുത്ത് സ്വർഗത്തേക്ക് നോക്കി സ്തോത്രം ചൊല്ലി കൊടുത്ത് പറഞ്ഞു, ഇതെൻ്റെ രക്തം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം, നുറുക്കപ്പെടലിന്റെ അനുഭവം, മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പെസഹ ആചരണം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നതാണ്. അതിലൊരു നുറുക്കപ്പെടലിന്റെ അനുഭവമുണ്ട്, മഹത്തായ ത്യാഗമുണ്ട്. അതിനെ നമ്മൾ എപ്പോഴും ഓർക്കുന്നവർ ആയി മാറേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, why we are celebrating the Eucharist. നമ്മൾ വിശുദ്ധ മേശ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. നാം ഇന്ന് വായിച്ചു കേട്ട ലേഖന വേദഭാഗത്തിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദമായ സൂചന നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ എങ്ങനെയാണ് പെസഹ ആചരിച്ചത് എന്നതിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ആ വേദഭാഗത്ത് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അയോഗ്യത ഉള്ളവരായി തിരുമേശയിലേക്ക് കടന്നു വരരുത്. അങ്ങനെ വന്നാൽ നമ്മൾ പലരും ദീർഘനിദ്ര പ്രാപിക്കുകയും അല്ലെങ്കിൽ രോഗങ്ങൾ ബാധിക്കുവാനും അത് കാരണമായി മാറും. അതുകൊണ്ട് അയോഗ്യമായി നമ്മൾ അപ്പം ഭക്ഷിക്കരുത് എന്ന് പറയുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ തിരുമേശയിൽ പങ്കെടുക്കുന്നത് ഒരു ലാഘവബുദ്ധിയോടുകൂടെ ആണ് എങ്കിൽ അത് നിമിത്തം നമ്മൾ കുറ്റക്കാരാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, പിഴവുകൾ അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഈ തിരുമേശയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുറ്റം
പാപക്ഷമയ്ക്കായിട്ട് യാചിക്കുക. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ശോധന ചെയ്യണം. ഒരു സെൽഫ് ഇവാലുവേഷൻ ഇതിന് അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഇവാലുവേഷൻ, ഒരു വിലയിരുത്തൽ, നമ്മുടെ പഠനത്തിൻ്റെ നിലവാരത്തെ വിലയിരുത്തുവാൻ അധ്യാപകരുണ്ടാകും, അല്ലേ? നിങ്ങൾ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ മക്കളെ വിലയിരുത്തുവാൻ മാതാപിതാക്കളുണ്ട്. സഭയിൽ കടന്നു വരുമ്പോൾ അച്ഛനുണ്ട്, കമ്മിറ്റികളുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടി. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഇവരുടെ എല്ലാം കെട്ടുപൊട്ടിച്ച് വേറൊരു തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മളെ ഈ വിലയിരുത്തുവാൻ ആരും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മളെ വിലയിരുത്തേണ്ടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. വി ആർ അവർ ജഡ്ജസ്, വി ആർ അവർ സെൽഫ് ഇവാലുവേറ്റേഴ്സ്. നമ്മൾ തന്നെയാണ് നമ്മളെ വിലയിരുത്തേണ്ടത്. ആരും പറയില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ് എന്ന് ആരും പറയുകയില്ല. ഒരു തലം കഴിയുകയില്ല. നിങ്ങളുടെ ഉപജീവന മാർഗം നേടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുടുംബസ്ഥനാകുമ്പോൾ ആരും ഒരുപക്ഷെ നിങ്ങൾക്ക് എതിരായിട്ട് പറഞ്ഞു എന്ന് വരില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. സെക്യുലർ ലൈഫിൽ മാത്രമല്ല, ആത്മീയ ജീവിതത്തിലും ഈ ഇവാലുവേഷൻ ആവശ്യമാണ്. ആ ഇവാലുവേഷൻ നിർവഹിക്കുവാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മാനദണ്ഡം, നിയമസംഹിത നൽകുന്നത് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനമാണ്. വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. പ്രത്യേകിച്ചും വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടുന്ന ഒന്നാണ്, വളരെ ഗൗരവത്തോടുകൂടെ സമീപിക്കേണ്ടുന്ന ഒന്നാണ് തിരുമേശ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ ശോധന ചെയ്ത് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ നമ്മൾ പങ്കാളികളാകണം. അല്ല എങ്കിൽ നമ്മൾ വളരെയധികം കുറ്റക്കാരായിട്ട് മാറും. അതുകൊണ്ട് ഒരു ശോധന ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഒരു ആത്മീയമായിട്ടുള്ള പരിപോഷണം ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. എല്ലാവരും ആഹാരം കഴിക്കുന്നു. ഇത് ആഹാരം കഴിക്കുന്നത് പോലെ അല്ല. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരായിട്ട് മാറും? ഇത് സ്വീകരിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് യേശുവായിട്ട് മാറുന്നത്. നമ്മളൊരു സാധാരണ ഒരു വ്യക്തിയല്ല, മറിച്ച് നാം ഒരു യേശുവിൻ്റെ ഇമേജ്, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദൈവാലയത്തിൽ കടന്നു വന്ന ഓരോരുത്തരും മുൻപ് കടന്നു വന്നവരെ പോലെ അല്ല. ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പുതുക്കം പ്രാപിച്ച വ്യക്തികളായിട്ട് മാറുവാൻ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. യവന തത്വചിന്തകനായ ഹെരാക്ലിറ്റസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നോ മാൻ ക്യാൻ സ്റ്റെപ്പ് ഇൻ ടു ദ സെയിം റിവർ ട്വൈസ്. ഒരു മനുഷ്യനും ഒരേ നദിയിൽ 2 പ്രാവശ്യം കടക്കാൻ കഴിയുകയില്ല. ഒരുപക്ഷെ ഞാൻ ഒരു നദിയിൽ തന്നെ പല പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞില്ല. നദി എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് വാട്ടർ, ജലത്തിന്റെ ഒഴുക്കിനെയാണ് നദി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ചെളിവെള്ളമായിട്ട് മാറും. നദി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യനും ഓരോ നിമിഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മുടെ സെൽസ്, നമ്മുടെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ പള്ളിയിലേക്ക് പ്രവേശിച്ച നിങ്ങൾ അല്ല, നമ്മളല്ല, നമ്മളിപ്പോൾ എത്രമാത്രം കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നും പള്ളിയുടെ പുറത്ത് നിന്ന് അകത്തേക്ക് കയറിയ വ്യക്തികളല്ല നമ്മളിപ്പോൾ. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന നമ്മളും പഴയ ആളാകരുത്. കാരണം എന്താണ്? തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും we are becoming little Jesus. ചെറിയ ചെറിയ യേശുവായി നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടണം. അല്ല എങ്കിൽ ഈ തിരുവത്താഴ ശുശ്രൂഷ അർത്ഥ പ്രാധാന്യം ഉണ്ടാകുന്നതായി മാറില്ല. അതുകൊണ്ട് ഇന്ന് ഈ പെസഹ ആചരണത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളാകുമ്പോൾ
ലെറ്റ് us become ന്യൂ ജീസസ്, ലിറ്റിൽ ജീസസ്. പുതിയ യേശുവായി നമുക്ക് പുറത്തേക്ക് പ്രവേശിക്കാം. യേശുവിനെ പോലെ ആകുവാൻ, യേശുവിനെ പോലെ ജീവിക്കുവാൻ, യേശുവിനെ പോലെ പ്രവർത്തിക്കുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നുറുക്കപ്പെടേണ്ട അനുഭവത്തിലൂടെ പരസ്പരം പങ്കുവയ്ക്കുവാൻ, പരസ്പരം നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് നൽകുവാൻ, മാനവ സമൂഹത്തിന് നൽകുവാൻ ഈ തിരുവത്താഴ് ശുശ്രൂഷയിലൂടെ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ.